ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കുവാനായി അസാധാരണമായ വഴികൾ തിരഞ്ഞെടുക്കും. മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും അതീതമായ രീതിയിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ എത്രയോ സവിശേഷമാണ്. ഇന്നത്തെ സുവിശേഷം അതിന് അർത്ഥം നൽകുന്നുണ്ട്. പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എത്രയോ വ്യത്യസ്തമായ രീതിയിൽ ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് ബുദ്ധിമാനാണെന്ന് നടിക്കുന്ന പലർക്കും അത് മനസ്സിലാകാതെ പോകുന്നു. അതിന് ഉത്തമമായ ഉദാഹരണമാണ് ഇന്നത്തെ ഒന്നാം വായന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അസീറിയ രാജവംശത്തെ പറ്റിയാണ്. കൃത്യമായ വാക്കുകൾ ഇപ്രകാരം പറയുന്നു: എൻ്റെ കോപത്തിൻ്റെ ദണ്ഡും രോഷത്തിൻ്റെ വടിയുമായ അസീറിയ. കർത്താവിന് അസീറിയയോട്, അതിൻ്റെ രാജവംശത്തോട്, അവരുടെ പ്രവർത്തനങ്ങളോട് എതിർപ്പാണ്. എന്നാലും തൻ്റെ ജനതയെ നേർവഴിക്ക് നയിക്കുവാനായി മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്നത് ഈ സാമ്രാജ്യത്തെയാണ്, ആ രാജവംശത്തെയാണ്. അവരോ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ഞങ്ങൾ എല്ലാം പിടിച്ചടക്കുന്നു, ഞങ്ങളുടെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഇതെല്ലാം സാധ്യമാകുന്നതെന്ന്. എന്നാൽ ഒരു നല്ല ഉദാഹരണം ഇന്ന് നൽകുന്നത് ഇപ്രകാരമാണ്: വെട്ടുകാരൻ കോടാലിയോട് വൻപു പറയുമോ? അറുക്കുന്നവനോട് വാള് വീമ്പടിക്കുമോ? ഇതുപോലെ ആയിരുന്നു അസീറിയ. അവരൊന്നുമല്ലായിരുന്നു. എന്നാൽ ദൈവം അവരെ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. വെറുമൊരു ഉപകരണമാണ് അവരെന്ന് തിരിച്ചറിയാതെ അവർ ദൈവത്തോട് തന്നെ വീമ്പിളക്കിക്കൊണ്ട് ഞങ്ങൾ മിടുക്കരാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വന്നു പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇപ്രകാരമാണ്: സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് വിളിക്കുന്നത് പോലെ വചനം പറഞ്ഞു വെക്കുന്നു, അസീറിയെ കണ്ട് പഠിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതവും ഇതുപോലെയാകും. അസീറിയ അക്കാലത്തെ ഏറ്റവും ക്രൂരവും ശക്തവുമായ ഒരു സാമ്രാജ്യമായിരുന്നു. ഇസ്രായേൽ ജനത ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഹാവിപത്ത് പോലെ അവരുടെ മേൽ അത് വന്നു വീഴുന്നു. നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയ പല രീതിയിലുള്ള ക്ലേശങ്ങളും വന്ന് പതിക്കും. അപ്രതീക്ഷിതമായി എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോഴും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ പ്രതിസന്ധികൾക്ക് മുകളിലും പരമാധികാരിയാണെന്ന് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മെ തകർക്കുവാനുള്ള ദൈവത്തിൻ്റെ കോപമായി അതിനെ കാണരുത്. പലപ്പോഴും നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ, അഹങ്കാരങ്ങൾ, അതിനെല്ലാത്തിനെയും തിരുത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാനുള്ള ഒരു ആത്മീയ തിരുത്തലായി, ഒരു ദൈവിക ക്ഷണമായി നമ്മുടെ പ്രതിസന്ധികളെ കാണുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തം കഴിവ് കൊണ്ട് മാത്രമുണ്ടായതാണെന്ന് നാം ചിന്തിക്കുന്നത് എത്രയോ മൂഢതരമാണെന്ന് മനസ്സിലാവുക. നാം ദൈവത്തിൻ്റെ കയ്യിലെ വെറുമൊരു ഉപകരണം മാത്രമാണ്. നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന മനോഭാവത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. അസീറിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ തന്നെ നേട്ടങ്ങളും വിജയങ്ങളും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല, അത് ദൈവം ഒരുക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ലഭിച്ചതാണെന്ന്. അസീറിയ ഒരു സൂചനയാണ്. അസീറിയെ കണ്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് നമുക്ക് മാറ്റാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.